ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അവരെ മെല്ലെങ്കിൽ നമ്മളെ സംഘടനയിലേക്ക് കൂട്ടാൻ കഴിയുമോ എന്നുള്ളതിന് ഇപ്പം പുതിയ ഒരടവ് പറഞ്ഞതാണ്. ആ പോലെ അത് അടവാണെന്നുള്ളതിന്റെ തെളിവ് AP വിഭാഗം എന്ന് പറഞ്ഞാൽ 2 കൂട്ടരേ ഉള്ളൂ എന്ന് നേരത്തെ ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാരാന്നൊന്ന് കേട്ടോളി നിങ്ങൾ. അവർ പ്രഖ്യാപിച്ചത് ഈ കൂടാരത്തിൽ നിന്ന് ഇനിയെങ്കിലും രാജിവെച്ച് ഹക്കായ വഴിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാണ്. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീഹ്, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ ഒന്ന്. 2 ത്വാലിബുൽ ദുനിയ, കച്ചവടത്തിന് കൂടിയാകും. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. അവിടുത്തെ കാതിന് കണക്കായി മുറിക്കാറുണ്ടെന്നും അതുപോലെ വഫാത്തിന് ശേഷം മുടി വളരുന്ന സംഭവങ്ങൾ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു സഅദി പ്രസംഗിച്ചതായി അറിഞ്ഞു. ഇങ്ങനെ വല്ല കിതാബിലും പറഞ്ഞിട്ടുണ്ടോ? രേഖയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അവിടുന്ന് വളർത്തിയിരുന്നു. ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് മുടി കളഞ്ഞിരുന്നു. അങ്ങനെ മുടി കളഞ്ഞപ്പോൾ ഹജ്ജത്തുൽ വദാഇൽ വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. കൽപ്പിക്കാതെ തന്നെ സഹാബത്ത് സുൽഹുൽ ഹുദൈബിയയിലും അതുപോലെ ഉംറ നടന്ന സമയത്തുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വലിയ കുസുബത്ത് കെട്ട് എന്ന് വേണേ പറയാം. വലിയ ഒരു ഭാഗം തന്നെ. കാരണം കാതിന്റെ അടുത്തോളം നീളമുള്ള മുടിയാണെന്ന് പറഞ്ഞു. അപ്പോ വലിയ കെട്ട് തന്നെ പറയാം. അത്രയും മുടികൾ സ്വന്തമായി എടുത്തു വെച്ച സഹാബത്ത് കൊണ്ട് ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയെ പോലുള്ള മഹദികൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ ഉണ്ട്. ഇരിക്കട്ടെ, അവിടുത്തെ മുടി അത് കാതിനോളം നീളമുള്ള, കാതിന്റെ ചോടയ്ക്ക് കണക്കായി വെട്ടിക്കളയുന്ന മുടി ആയിരുന്നു. അതിനേക്കാൾ അപ്പുറം വളർത്തിയതിനാൽ ഖുറൈബുൽ ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുകയും മഹാനവറുകൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടുന്നത് പോലെ പിന്നീട് വെട്ടുകയും ചെയ്തതായി ഹദീസിൽ ഉണ്ട്. സഅദി പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല. രണ്ടാമതായി സഅദി പറഞ്ഞു എന്ന് പറയുന്ന വിഷയം എന്താണ്? ഇമാമിങ്ങളുടെ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ മുടി വളരുകയും അതുപോലെ അതിന് കവര് വരികയും ശാഖ വരികയും ചെയ്ത സംഭവങ്ങളുണ്ടെന്ന് സഅദി പ്രസംഗിച്ചു എന്നതാണ് ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, അല്ലെ? അതെ, അത് ഇമാമികളുടെ കിതാബുകളിൽ ഉണ്ട്. ഈ കിതാബിൽ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹു വലിയ ഇമാമാണ്. ആ അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് ഉദ്ധരണികൾ റൂഹുൽ ബയാൻ തഫ്സീറിൽ നമുക്ക് കാണാം. അതുപോലെ എത്രയോ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. നമ്മുടെ കൈവശം തന്നെ പല ഗ്രന്ഥങ്ങളും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജവാഹിറുൽ ബിഹാർ എന്ന ഫീ ഫളാഇലിൻ നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. എന്താണ് ഉദ്ധരിച്ചത്? ഫീ റിഹലത്തിഹിൽ ഹിജാസിയ്യത്തി അയ്ളൻ ഇൻദ ദിക്രി വജൂദിഹി ഫിൽ മദീനത്തിൽ മുനവ്വറ അലാ സാഹിബിഹാ അഫ്ളലു സ്വലാത്തി വസ്സലാം. മഹാനവറുകൾ മദീനത്തുൽ മുനവ്വറയിൽ ഉള്ള സമയത്ത് ഹിജാസിലുള്ള യാത്രയിൽ വകാന റജുലുൻ മിൻ ഉലമാഇൽ ഹുനൂദി, ഇന്ത്യക്കാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഒരു മഹാൻ, ഇസ്മുഹു ഗുലാം മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് ഗുലാം മുഹമ്മദ് എന്നായിരുന്നു ആ പണ്ഡിതന്റെ. കുഞ്ഞത്തുഹു അബൂ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അബൂ മുഹമ്മദ് എന്നായിരുന്നു. യഖറഉ അലൈനാ ബഅദ അദ്ദുഹരി ഇലൽ അസ്രി ഫീ അവആഇൽ ഫുതുഹാത്തിൽ മക്കിയ ലിശൈഖ് അൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അൽ അറബി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഫുതുഹാത്തുൽ മക്കിയ എന്ന ഗ്രന്ഥം അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതന് ളുഹറിന്റെ ശേഷം അസർ വരെ ദർസ് ചൊല്ലിക്കൊടുത്തിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ. ഇന്ത്യയിൽ നിന്ന് മദീനയിലെത്തിയിരുന്ന ഒരു മഹാൻ. വയുഖ്ബിറുനാ, ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, അന്ന അബാഹു കാന മിനൽ ഉലമാഇൽ ഫുഖഹാഇൽ മസ്കൂരീന ഫീ ബിലാദിൽ ഹിന്ദ്.
അതെ, ആ മഹാനായ പണ്ഡിതന്റെ പിതാവ് ഇന്ത്യ രാജ്യത്ത് അറിയപ്പെട്ട മസ്ഹൂറായ ഫുഖഹാക്കളായ അലിമീങ്ങളിൽപ്പെട്ട ഒരാളായി. വകാന മിമ്മൻ ജമഅഹും മിൻ കിബാരി ഫുഖഹാഇൽ ഹനഫിയ്യത്തി ഫീ ബിലാദിൽ ഹിന്ദി മലിക്കുഹുൽ മഅറൂഫ് ബി ഔറംഗസീബ് ലിജമ്മിൽ ഫതാവൽ ഹിന്ദിയൽ മസ്ഹൂർ അൽആന ഫിൽ ഹറമൈൻ വഗൈരിഹാ. രണ്ട് ഹറമിലും മറ്റു സ്ഥലങ്ങളിലും പ്രസിദ്ധമായ ഫതാവൽ ഹിന്ദിയ എന്ന ഹനഫി മദ്ഹബിലുള്ള കിതാബ് സംഘടിപ്പിക്കുന്നതിന് ഔറംഗസീബ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരി ഇന്ത്യ രാജ്യത്തുള്ള വലിയ ഹനഫി പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഒരു വ്യക്തിയായിരുന്നു മഹാനവറുകളുടെ പിതാവ്. വഹിയ കിതാബുൻ കബീറുൻ ഫീ ഫിഖ്ഹിൽ ഹനഫിയ്യ, ഹനഫി മദ്ഹബിലെ വലിയ ഗ്രന്ഥമാണ് ഈ പറഞ്ഞ കിതാബ്. ഇസ്തമല അല സഹീഹ് മിനൽ മദ്ഹബ്, ഹനഫി മദ്ഹബിലെ ഏറ്റവും സഹീഹായ അഭിപ്രായങ്ങൾ പറയുന്ന കിതാബാണ്. വകാന യുഖ്ബിറുനി, ആ മഹാപണ്ഡിതൻ എന്നോട് പറഞ്ഞു, അന്നഹു ഫീ ഖുത്രിൽ ഹിന്ദി ഇൻദ നാസിൻ മുതഅദ്ദിദീന, ഇന്ത്യ ആകുന്ന ഭൂഖണ്ഡത്തിൽ ഇൻദ നാസിൻ മുതഅദ്ദിദീന, ധാരാളം ജനങ്ങളുടെ അടുക്കൽ, ഫീ ബിലാദിൻ മുതഅദ്ദിദത്തിൻ, ധാരാളം എണ്ണമറ്റ ആളുകളുടെ അടുക്കൽ, ധാരാളം ആളുകളുടെ അടുക്കൽ, ഫീ ബിലാദിൻ മുതഅദ്ദിദത്തിൻ, ഒരുപാട് നാടുകളിൽ ഉണ്ടായിരുന്നു ശറാത്തും മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശങ്ങളിൽ നിന്നുള്ള പുണ്യകേശങ്ങൾ. ഫഇൻദ ബഅദിഹിം ശഅറ, ചിലരുടെ അടുക്കൽ ഒരു മുടി ഉണ്ടായിരുന്നു. വഇൻദ ബഅദിഹിം ശഅറതാനി, വേറെ ചിലരുടെ അടുക്കൽ രണ്ട് മുടി ഉണ്ടായിരുന്നു. വഅക്സറു ഇലൽ 20 ശഅറ, 20 മുടി വരെ സൂക്ഷിച്ച ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. വഅന്നഹും യുഖ്രിജൂന ദാലിക ലിമൻ അറാദ സിയാറതഹു, അത് സന്ദർശിക്കാൻ വരുന്നവർക്ക് ആ മുടി കൊണ്ടുവന്നവർ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വഅഖബറനി, ആ മഹാൻ എന്നോട് പറഞ്ഞു, അൻ റജുലിൻ മിനസ് സാലിഹീന ഫിൽ ഹിന്ദി, ഇന്ത്യയിലുള്ള ഒരു വലിയ നല്ല മനുഷ്യനിൽ നിന്ന്, അന്നഹു യുഖ്രിജു ദാലിക ഫീ കുല്ലി സനത്തിൻ മറ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ആ മുടി പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു ആ മഹാൻ. യൗമ താസീ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം 9ാമത്തെ ദിവസം. വയജ്തമഉ ഇൻദഹു നാസുൻ കസീറൂന മിനൽ ഉലമായി വസ്സുലഹായി, ധാരാളം ആലിമീങ്ങളും സജ്ജനങ്ങളും അവിടെ അന്ന് സംഘടിക്കാറുണ്ട്. വയഅമലൂന സ്വലവാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ഹൽഖ നടത്താറുണ്ട്. വദിക്രി, ദിക്ർ ഹൽഖ നടത്താറുണ്ട്. അങ്ങനെ ഒന്നായിട്ട് സലാത്ത് ചൊല്ലലുണ്ട്, ദിക്ർ ചൊല്ലലുണ്ട്. വതവാജിദി അലാ ദാലിക, അതിന്റെ പേരിൽ അവർ പ്രേമം പ്രകടിപ്പിച്ച് അവരതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. വഅന്നതിൽ കശഅറത, ആ മുടി ഫീ വിആഇൻ മിനദ് ദഹബി, പൊന്നിന്റെ ഒരു തകിടത്തിലാണ് സൂക്ഷിച്ചത്. യളഊനഹു ഫിൽ മിസ്കി, അത് കസ്തൂരിയിലാണ് വെച്ചത്. വൽ അംബരി, അംബറിലുമാണ് വെച്ചത്. വഅഖ്ബറനി, ആ മഹാൻ എന്നോട് പറഞ്ഞു, ഐദൻ വീണ്ടും, അന്ന തിൽക ശഅറത, ആ പുണ്യകേശം റുബമാ തതഹറകു ബിനഫ്സിഹാ, അത് സ്വന്തം തന്നെ ചലിക്കാറുണ്ട്, ആടാറുണ്ട്.